വെള്ളാപ്പള്ളി നടേശൻ കട്ട കലിപ്പിലാണ്. അത് മാത്രമല്ല കടുത്ത ആത്മവിശ്വാസത്തിൽ. പത്മഭൂഷൺ സ്വീകരിക്കാനായി ഡൽഹിയിലെത്തിയിരിക്കുകയല്ലേ. ഇനി എന്ത് വേണം? രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളൊന്നും അദ്ദേഹം ഏറ്റുവാങ്ങിയില്ലേ. ഇനി എന്തിൻ്റെ കുറവാണുള്ളതെന്ന് വെള്ളാപ്പള്ളി ചിന്തിച്ചാണ്. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഇത്രയും പ്രശ്നമാകാൻ കാരണം. ഒന്ന്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ആദ്യ കുറ്റപത്രം വെള്ളാപ്പള്ളിയെ 1-ാം പ്രതിയാക്കി അതിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. രണ്ട്, ഈ കെ മഹേശൻ്റെ ആത്മഹത്യ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു വിഷയം വീണ്ടും പൊങ്ങി വന്നിരിക്കും. PM സുധീരൻ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് കൊടുത്തത് വെള്ളാപ്പള്ളി ആകപ്പാടെ അമ്പരപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രതികരണത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ രോമത്തിൽ ഒരു പുല്ലനും തൊടത്തില്ല. നല്ല വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ഒരു പീഡ എറുമ്പിന് വരത്തരുത് എന്ന് എഴുതിയ ഗുരുദേവൻ്റെ ആ മഹാപ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരാളിൻ്റെ ഭാഷയാണ്. അത് മാത്രമാണോ ആ മനുഷ്യനെക്കുറിച്ച് കെ മഹേശൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുത്തി. ആ അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടികിടപ്പുകാരനായിരുന്നു കെ മഹേശൻ എന്നാണ് പറഞ്ഞത്. മരിച്ചവനെ തന്നെ അവമാനിക്കുക എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒക്കച്ചങ്ങായി പിണറായി മരിച്ചുപോയ TP ചന്ദ്രശേഖരനെ കുലംകുത്തി തന്നെ എന്ന് പറയുമല്ലോ മരിച്ചാൽ. അതിൻ്റെ വേറെ പതിപ്പാണ് മരിച്ച മനുഷ്യ. ഇയാളുടെ വിശ്വസ്തനെ കൂടെ നിൽക്കുക. ഒരുപക്ഷെ ഇയാൾ കാണിച്ച എല്ലാ വൃത്തികേടിനും നിവൃത്തിയോടുകൊണ്ട് കൂട്ടിയേക്ക് മനുഷ്യനായിരുന്നിരിക്കും അയാൾ. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ ചീത്ത വിളിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ കലിപ്പ് മുഴുവൻ VM സുധീരനാണ്. സ്വാഭാവികം. ഇന്നലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുധീരൻ കട്ടപ്പുറത്ത് കിടക്ക് തുരുമ്പ് പിടിച്ച വണ്ടിയാണ്, കട്ടപ്പുറത്ത് കയറിയിരിക്കുക, ടയറല്ല, ഓടുന്നില്ല. അതായത് അയാൾ മത്സരിച്ചാൽ ജയിക്കില്ല. അതാണ് ഇയാൾ എവിടെ ചെന്ന് മത്സരിക്കും? ഇയാളെ ഞാനാണ് ആലപ്പുഴ തോപ്പിച്ചതെന്നാണ് പറയുന്നത്. അത് ഒരു അസാധ്യ ഒരു എട്ടുകാലി മമ്മൂഞ്ഞു തന്നെയാണ്. മമ്മൂഞ്ഞാണല്ലോ. അതിന് മുമ്പ് KC വേണുഗോപാൽ, വിഷ്ണു, അത് സുധീരൻ എല്ലാവരും തോപ്പിക്കുന്ന ഇയാൾ പ്രഖ്യാപിച്ചു. സുധീരനെ ആദ്യം ഇയാൾ തോപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് സുധീരൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവസാനം എങ്ങനെ ഇയാളുടെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തി, VS സുധീരനെ കൊണ്ട് നിർത്തി. സുധീരന്മാരെ കുറെ കൊണ്ട് നിർത്തിയിട്ട് CPM വോട്ട് മറിച്ചിട്ടാണ് 10,000 വോട്ടിനെങ്ങാണ്ടാണ് തോൽക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെള്ളാപ്പള്ളിക്ക് ഇത്രയും കലിപ്പ് വരാൻ കാര്യം, ഒന്ന്, അയാളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് സതീശൻ സർക്കാർ തുടക്കമിട്ടു തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ ആത്മവിശ്വാസമാണ്. 190 വയസ്സായി, ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? അതിനോടകം ഒരിക്കലും തന്നെ ജയിലിൽ അടയ്ക്കാൻ ഇവർക്ക് സാധിക്കില്ല. 2 മാസം കഴിഞ്ഞാൽ 90 വയസ്സാവുമെന്നാണ്. 89 അവസാനം നിൽക്കുകയാണ്. ഇനി അയാളെ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നെ ഇവരെ കൊണ്ട് ജയിലിലിടാൻ, ഇതിൻ്റെ അപ്പുറത്തെ അവൻ ജയിലിൽ പോയി. ഹരിശങ്കറിന്റെ പിതാവ്, പഴയ SP ഹരിശങ്കറിന്റെ പിതാവ് KP ശങ്കരദാസ് എന്തൊക്കെ നാടകം കളിച്ചു, എന്തൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അകത്തു പോകേണ്ടി വന്നില്ലേ? അതേപോലെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ധരിക്കുന്നത്. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തല ചെറിയ ഒരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് VM സുധീരൻ നൽകിയ പരാതി രമേശ് ചെന്നിത്തല പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് ജയിപ്പിക്കാനുള്ള ആള് VM സുധീരനാണ്. അവസാന നിവർത്തിയിൽ സുധീരൻ പരസ്യമായിട്ട് പറയും ചെയ്തേ പറ്റുള്ളൂ എന്ന്. അതെ. അപ്പം വെള്ളാപ്പള്ളിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അത് ആഭ്യന്തരമന്ത്രിയാണ് എടുക്കേണ്ടത്. കത്ത് കൊടുത്തെങ്കിലും അത് അവിടെ ചവിട്ടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് കെ മഹേശന്റെ കേസിൽ. അപ്പോൾ കെ മഹേശന്റെ കേസ് സുധീരൻ കുത്തിപ്പൊക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. സുധീരൻ എന്നുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ഭരണം മാറിയ സമയം നോക്കി എന്നെ കൊടുക്കാനുള്ള നീക്കമാണ്. ഈ MS അനിൽകുമാർ എന്ന് പറയുന്ന മഹേശന്റെ അനന്തരവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പറച്ചിൽ. എന്താണെങ്കിലും ശരി, വലിയ ഒരു അഴിമതിയും വലിയ ഒരു തട്ടിപ്പും വെളിയിൽ വന്നിരിക്കുകയാണ് ഈ കേസിനകത്ത്. ആദ്യത്തെ കേസിനകത്ത് കുറ്റപത്രം കൊടുത്തതിലൂടെ. അല്ല, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പകൽക്കൊള്ളയും ഇത്തരം ഈ ദുരൂഹ മരണങ്ങളും ഒക്കെ ആദ്യ സംഭവമാണ്. ഇത്രയും മഹാരഥന്മാരുടെ കസേരയാണ് ഈ SNDP ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഭാഷയൊക്കെ അദ്ദേഹം പ്രയോഗിക്കുന്നത്. അൺപാർലമെന്ററി ആയ, ഒരിക്കലും ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഈ മാതിരി ഭാഷ സംസാരിക്കുന്ന പറയുമ്പോൾ ഇയാൾ ആയ കാലത്ത് ഇയാൾ ഏത് ഭാഷയൊക്കെ സംസാരിക്കുന്നത്? തിരിച്ച് സമുദായങ്ങൾ ചോദിക്കുന്ന ഏത് പുല്ലന്മാരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? അത്രേ ഉള്ളൂ. ഇയാൾ പറയുന്ന ഒരു പുല്ലനും എൻ്റെ ഒരു രോമത്തിലും തൊടത്തില്ല എന്ന് പറയുമ്പോൾ സമുദായങ്ങൾ ചോദിക്കുന്നത് ഏത് പുല്ലന്മാരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? പിണറായി വിജയനാണ് സംരക്ഷിച്ചത്. പിണറായി വിജയൻ എല്ലാ തരത്തിലും സംരക്ഷിച്ചു. ഒടുവിൽ വാദി പ്രതിയാകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കെ മഹേശന്റെ ഭാര്യ ഉഷ അവർ ഏഷ്യാനെറ്റ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടായിരുന്നു. ഇയാൾ മർദ്ദിച്ച് കാണാൻ സാധ്യതയുണ്ടെന്നാണ്. ഉണ്ട്. അയാളെ അടിച്ചു കാണാൻ സാധ്യതയുണ്ട്. ഇയാളുടെ ഭാര്യ പോലും അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നത് അവസാന കൈ എന്നുള്ള നിലയിലാണ്. വീണ്ടും ഇയാളെ കാണാൻ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞത് എന്താണ്? കെ മഹേശന്റെ അതിനുശേഷം പരാതി കൊടുക്കുന്നു. ക്രൈംബ്രാഞ്ചിന് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഹർഷിത അട്ടല്ലൂരി എന്ന് പറയുന്ന IG ആയിരുന്നു. ഇവർ ഒരു തവണ പോലും കെ മഹേശന്റെ വീട്ടിലെത്തിയിട്ടില്ല.
അതിൻ്റെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇവർ അന്വേഷിച്ചത് എന്താണെന്നറിയോ? കെ മഹേശന് അനധികൃത സമ്പാദ്യം ഉണ്ടോ? അല്ല അതാണ് അതാണ് ഏറ്റവും ഭയങ്കര കാര്യം. ഈ 32 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെയും അന്നത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് അയാൾ കണക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് എന്താണെന്നറിയോ? കെ മഹേശന് അനധികൃത സ്വത്ത് എവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇതങ്ങനെയാണല്ലോ സാറിന് ഈ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ഒരു പ്രത്യേകത. ഒരുത്തം പരാതി കൊണ്ട് കൊടുത്തവൻ എന്താണ് പ്രശ്നം എന്നുള്ള ആദ്യം അന്വേഷിക്കും. അതെ, അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ പ്രതിയുടെ കാര്യം അന്വേഷിക്കുള്ളൂ. അല്ലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് ഇങ്ങേരുടെ ആത്മവിശ്വാസമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ആത്മവിശ്വാസമാണ്. എന്നെ ആരും ഒന്നും ചെയ്യില്ല, എനിക്ക് നേരെ ഒരാൾ അന്വേഷിക്കില്ല, ഒരാൾ എൻ്റെ മൊഴി പോലും എടുക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസമാണ്. മാത്രമല്ല ഇപ്പോൾ പത്മഭൂഷണും ഒക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പത്മഭൂഷൺ കിട്ടിയ എന്നെ ഇനി ആര് അറസ്റ്റ് ചെയ്യാനെന്നും കണ്ടൊരു മിഥ്യാധാരണയൊക്കെ പുള്ളിയുടെ ഈ പത്മഭൂഷൺ തിരിച്ചു വാങ്ങിക്കാനുള്ള വകുപ്പില്ലേ? തിരിച്ചു വാങ്ങിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇയാളെ കുറിച്ചുള്ള സകലമാന ഡീറ്റെയിൽസും കാണിച്ച് SNDP സംരക്ഷണ സമിതി പത്മഭൂഷൺ കൊടുത്തതിനെതിരെ ഇവിടെ കത്ത് കൊടുത്താണ്. പക്ഷേ മകനുണ്ടല്ലോ ഇപ്പുറത്ത്, രാഷ്ട്രപതിക്ക് കത്ത് കൊടുത്താണ്. മകന്റെ കെയർ ഓഫിലാണ് ഇത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഏത് മൂഢ സ്വർഗത്തിലാണ് കഴിയുന്നത്. പണ്ടും അങ്ങനെ തന്നെയാണ്. ഇവർ വിചാരിക്കുന്ന ഈ സമുദായ നേതാക്കന്മാരുടെ കയ്യിലാണ് സമുദായത്തിന്റെ മുഴുവൻ വോട്ട് അവരുടെ പോക്കറ്റ് ഇരിപ്പുണ്ടെന്നാണ്. അതൊരു ശുദ്ധ അസംബന്ധമാണ് ശരിക്കും. ഇവർക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതിൻ്റെ ഒരു കാര്യമാണത്. ഈ ഇവിടുത്തെ കേരളത്തിൽ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് SNDP NSS ഇവർ രണ്ടുപേരും നേതാക്കന്മാരെ എന്താണോ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ട് മാത്രമേ സമുദായങ്ങൾ അനുസരിക്കുകയുള്ളൂ. എന്തായാലും ഈ പറയുന്ന അമിത ആത്മവിശ്വാസത്തിന് കാരണം VD സതീശനും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ SNDP സംരക്ഷണ സമിതി തൊട്ട് പിന്നാലെയുണ്ട്, ഇയാൾക്ക് പിന്നാലെ തന്നെയുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് കാരണം ഇയാൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, വേറെ ആൾക്കാർ കേസിൽ പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ പൈസ മുഴുവൻ അടിച്ചു മാറ്റി എന്നാണ് ഇയാൾ കൊടുത്ത മൊഴി. 32 പേജാണ് ആത്മഹത്യക്കുറിപ്പുകൾ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നില്ല? മഹേശൻ പൈസ മുഴുവൻ കൊണ്ടുപോയെന്നാണ്. മഹേശൻ പൈസ കൊണ്ടുപോയെന്നുള്ളതാക്കി. എന്നാൽ അങ്ങനെ കൊണ്ടുപോയെങ്കിൽ ആ പണം എവിടെ? അതാണ് മഹേശന്റെ വീട്ടുകാർ ചോദിക്കുന്നത്. അദ്ദേഹം ഈ പണം മുഴുവൻ കൊണ്ടുപോയി. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര കടമാണ്. ഇങ്ങേർക്ക് ഈ പൈസ കൊണ്ടുപോയെങ്കിൽ ആ പൈസ എവിടെ? പൈസ കാണണമല്ലോ, ചുമ്മാ ഇത് ആവിയായിട്ട് പോകത്തില്ല. അതെ എവിടെ? അതുകൊണ്ട് പിന്നെ അയാളുടെ കടങ്ങൾ വീട്ടത്തില്ല, മറ്റു കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നു. പക്ഷേ മഹേശനും ഇത് കിട്ടണം എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇയാളുടെ വിശ്വസ്തനായി നടന്നതിൻ്റെ ശിക്ഷയായിരിക്കും. കാരണം അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ നേരെ അത് ഇത്തരം ഫ്രോഡുകളുടെയൊക്കെ രീതി എങ്ങനെയാണ്? അവസാനം കൂടെ നടക്കുന്നവരുടെ തലയ്ക്ക് വയ്ക്കുക. അതാ എന്ത് വൃത്തിയുടെ അവർ കാണിക്കും, അവസാനം ഈ കൂടെ നടക്കുന്നവരുടെ തലയ്ക്ക് വയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഇവരുടെയൊക്കെ സ്ഥിരം രീതിയാണ്. ഈ VM സുധീരനെ വളരെയധികം അധിക്ഷേപിച്ചിട്ടുണ്ട് ഇയാൾ. ഇന്നലത്തെ ആ ഒരു പ്രസ്താവന നിറയെ PM സുധീരനെതിരെയുള്ള കടുത്ത പ്രയോഗം. കാലിൽ നിന്ന് വീഴൂലല്ലോ. VM സുധീരൻ കാലിൽ വീഴില്ല എന്ന് മാത്രമല്ല, VM സുധീരനെ സംബന്ധിച്ചോളം VM സുധീരൻ ആരാണെന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു വ്യക്തിത്വം അല്ല VM സുധീരൻ്റെത്. VM സുധീരൻ ആദർശവാനായ ഒരു മനുഷ്യനാണ്, വളരെ നല്ലൊരു ശ്രീനാരായണൻ. ഈ VM സുധീരൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇയാൾ ട്യൂൺ മാറ്റം ചെയ്തേനെ. സുധീരനാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാനെന്ന് പറഞ്ഞേനെ. അതൊക്കെ പറഞ്ഞേനെ, അത് പറഞ്ഞേനെ. കാരണം ഇത് പിടിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഈ സർക്കാരിനുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് പല കാര്യങ്ങളിലും ഉള്ളതുപോലെ ഇതിലുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ സമുദായ നേതാക്കന്മാരെ ഒരു വലിയ നേതാക്കന്മാർക്ക് ഭയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാണത്. ഇപ്പം ഇവരുടെ വിചാരം വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് എടുത്താൽ, വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ സമുദായം ഇളകി അയാൾക്ക് വേണ്ടി രംഗത്ത് വരുമെന്ന്. വെറുതെയാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിണറായിക്ക് വേണ്ടി പോലെ തന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇവർ നിർബന്ധിച്ച് രംഗത്തിറക്കും. ആരെയാണെന്നറിയോ? ഇവർ കാശ് മേടിച്ച് ജോലി കൊടുത്തിട്ട് കുറേ അടിമകളുണ്ട്, അധ്യാപകരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കേസ് വന്നാൽ പ്രതിഷേധത്തിന് നിങ്ങൾ വന്നിരിക്കണം, ഇല്ല എല്ലാത്തിനും ഞാൻ സ്ഥലം മാറ്റുമെന്നൊരു ഭീഷണിപ്പെടുത്തിയാൽ എല്ലാ സ്കൂളിൽ നിന്നും ഒരു ബസ് നിറയെ അധ്യാപകരിങ്ങി പോകുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ഓഫീസിൽ പണ്ട് പ്രതിഷേധിക്കാൻ വന്നിരുന്നല്ലോ SNDP. യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ്. ആവറേജ് പ്രായം 70 ആണെന്ന് തോന്നുന്നു ആളെ കണ്ടിട്ട്. അത് ഉദ്ഘാടനം ചെയ്ത ആളെ പിന്നീട് പെണ്ണ് കേസിൽ ഓടിച്ചിട്ട് അടിച്ചു, നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ട് അടിച്ചു ആ ആളിനെ. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളിനെ. ആ ആൾ ഇപ്പോഴും ഒരു SNDP യുടെ തലപ്പത്ത് നിൽപ്പുണ്ട്. അയാളെ പെണ്ണ് കേസ് പോയി അവിടെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് തുണിയില്ലാതെ അടിച്ച് ഓടിച്ചു എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് അതിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരാളെ കുറിച്ച്. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, വെള്ളാപ്പള്ളി നടേശന് സംരക്ഷണം കിട്ടുന്നത് ഇവിടുത്തെ സർക്കാരിൽ നിന്ന് തന്നെ സംരക്ഷണം കിട്ടും. VD സതീശൻ ശക്തമായ നിലപാടെടുക്കുകയാണെങ്കിൽ മാത്രമേ വെള്ളാപ്പള്ളി നടേശൻ ജയിലിൽ പോവുകയുള്ളൂ.
അതിന് തൽക്കാലം വി ഡി സതീശൻ മുതിരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. SNDP സംരക്ഷണ സമിതിയൊക്കെ വളരെ പ്രതീക്ഷയിലാണ്. പക്ഷേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല മാത്രമല്ല, ഇതിനകത്ത് ബാക്കി ആൾക്കാരൊക്കെ ഇയാൾക്ക് ഓശാന പാടാൻ രംഗത്ത് വരും. ബിന്ദു കൃഷ്ണ അവിടെ ചെന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാണ്. അനുഗ്രഹം വാങ്ങിക്കാൻ പോയിട്ട് അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞ ടീമാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയ്ക്ക് ശിവഗിരി മഠത്തിൽ ഇനിയും കയറ്റത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഭാഗത്തോട്ട് ഇവരെ അടുപ്പിക്കുകയില്ല. അത്രയ്ക്ക് കലിപ്പ് ശിവഗിരി മഠത്തിൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞ് മത്സരിക്കേണ്ടി വരും. അതെ, അപ്പൊ അന്ന് കൊല്ലത്തെ ജനങ്ങൾ അന്നേരം നമുക്ക് ഈ ക്ഷീരദിനാശംസകൾ പറയാനേ പറ്റൂ. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ധാർഷ്ട്യവും അയാളുടെ അഹങ്കാരവും ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് കുറയാനുള്ള സാധ്യതയില്ലാത്തത് ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാരിൽ മകന് ഉപയോഗിച്ചു നടത്തിയിട്ടുള്ള പിടിയും കേരള സർക്കാരിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർ അവർ SNDP സമുദായത്തിലുള്ളവരെ പേടിച്ചിട്ടാണ് ഇയാളുടെ മുമ്പിൽ വണങ്ങാൻ പോകാതിരുന്നത്. അത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ അവർക്ക് പണി കിട്ടിയ ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടി. ഇപ്പം മോൻസ് ജോസഫിന് അടുത്ത പണി വരുന്നുണ്ട്. മോൻസ് ജോസഫിനെയൊക്കെ SNDP സമുദായത്തിൽ തന്നെ പ്രബലമായിട്ടുള്ള സംരക്ഷണ സമിതി ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ജനറൽ സെക്രട്ടറി ആയിരിക്കും എന്തായാലും ഉറപ്പാണല്ലോ. അതെ, ഇപ്പൊ എന്തായാലും ഈ കയ്യാലപ്പുറത്തെ തേങ്ങയാണല്ലോ. ഇയാളെ ഏതായാലും നിൽക്കുന്നതാണ്. അത് ശരി വെക്കുന്നതോടെ ഇയാളെ ജനറൽ സെക്രട്ടറി അല്ലാതാവും. പിന്നെ എന്താണ് പ്രശ്നം? ഇയാൾ ജനറൽ സെക്രട്ടറി അല്ലാതായി കഴിഞ്ഞാൽ ഇയാൾ അകത്ത് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പൊ ആ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റിലുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഭയന്ന് നിൽക്കുന്നത്. അതൊക്കെ വെറുതെ പോകത്തേ ഉള്ളൂ. ഒരു സമുദായ നേതാവിനെ എത്ര വലിയ കള്ളനാണെങ്കിലും ഈ കള്ളനെ ഒരു കാരണവശാലും വെളിയിൽ വെച്ചേക്കാൻ പാടില്ല. ഇവനെയൊക്കെ പിടിച്ച് അപ്പം തന്നെ അകത്തിടുകയാണ്.